സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, +1 അക്കൗണ്ടൻസിയുടെ ലാസ്റ്റ് ചാപ്റ്ററായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിലെ ഏതാനും 12ഓളം PEQs ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1 by 1 ആയി നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. റെഡി ടു യൂസ്, കസ്റ്റമൈസ്ഡ്, ടൈലേഴ്സ്, ഡാറ്റാബേസാണ്. ഇവിടെ ഈ റെഡി ടു യൂസും കസ്റ്റമൈസ്ഡും ടൈലേർഡും ഒക്കെ സോഫ്റ്റ്വെയറിൻ്റെ പല കാറ്റഗറികളാണ്. നമ്മളതിനെക്കുറിച്ച് ഇതിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് തിയറി. അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഡാറ്റാബേസാണ് ഇതിലെ കറക്റ്റ് ആൻസർ, ഓഡ് വണ്ണായി നിൽക്കുന്നത്. ബിക്കോസ് ഓൾ അതർ ഓപ്ഷൻസ് ആർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. മറ്റതൊക്കെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ പല കാറ്റഗറികളാണ്. ഓക്കെ, യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് എ റെഡി ടു യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. റെഡി ടു യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചറല്ലാത്ത എന്താണ്? അപ്പോൾ നമുക്ക് റെഡി ടു യൂസ് സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിൾ എടുക്കാം. ടാലി എന്നുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറാണ്. ഏത് ബിസിനസ് സ്ഥാപനത്തിനും ആ ടാലി അങ്ങ് മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങാം, വേറെ യാതൊരു പണിയുമില്ല. ഓക്കെ, മറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത ടൈലർ മെയ്ഡ് എന്താണെന്നുള്ളതും ഒക്കെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അതൊന്നുകൂടെ കൃത്യമാവുള്ളൂ. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി എന്താണ് ഇവിടെ ഈ താഴെ പറയുന്നതിൽ റെഡി ടു യൂസിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചർ അല്ലാത്തത്? ഇറ്റ് ഈസ് സ്യൂട്ടഡ് ടു സ്മോൾ ഓർഗനൈസേഷൻ, അത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. ദെൻ വോളിയൂം ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആർ വെരി ലോ. കുറച്ച് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഉള്ളപ്പോൾ നമുക്ക് റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വെരി ഹൈ ആണ്, തെറ്റാണ്. റെഡി ടു യൂസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫീച്ചറാണെന്ത്, ലോവർ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്നുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അത്ര കണ്ട് കോസ്റ്റ് വരില്ല എന്നുള്ളതാണ്. നമ്പർ ഓഫ് യൂസേഴ്സ് ആർ ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആണെന്ത്, ആളുകളെ അത് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. കാരണം അതിന് ചില പ്രത്യേകതകളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതേപടി മേടിച്ച് ഉപയോഗിക്കണം. ബിസിനസ്സിൻ്റെ ഏത് തരത്തിലുള്ള അക്കൗണ്ട്സിൽ എങ്ങനെയൊക്കെ ചെയ്യണം, ബിസിനസ്സിൻ്റെ കംഫേർട്ട് അനുസരിച്ചൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷനാണ് ഹൈ എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫീച്ചറല്ല. ബാക്കിയൊക്കെ ഇതിൻ്റെ എന്താണ് ഫീച്ചറുകളായിട്ട് ഉൾപ്പെടുത്താം. ഓക്കെ, ഗിവ് എനി 2 ലിമിറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ ടു യൂസേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ. നമുക്കറിയാം മാനുവലായിട്ട് ഇപ്പോൾ സത്യത്തിൽ അതൊരു ലിമിറ്റേഷനായിട്ട് പരിഗണിക്കേണ്ടതില്ല. ഇപ്പോൾ കമ്പ്യൂട്ടർ അറിയാത്തവരായിട്ട് അക്കൗണ്ട്സ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിന് അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. കൊടുത്താണല്ലോ പഠിക്കുന്നത്. ഇപ്പോൾ +2 തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ജിന്യൂ കാത്ത പഠിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഡിഗ്രി ലെവലിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സലും ടാലിയും ഒക്കെ അതൊക്കെ നിങ്ങളുടെ സിലബസിൽ അതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ 1-2 സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കമ്പ്യൂട്ടർ നോളജ് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അതെന്തല്ല ഒരു ലിമിറ്റേഷനായിട്ട് പരിഗണിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് പഠിക്കുമ്പോൾ അത് പറയേണ്ടി വരും. ക്വാളിഫിക്കേഷൻ ടു യൂസർ ഓഫ് എ കമ്പ്യൂട്ടർ. ഹൈ ഇൻസ്റ്റലേഷൻ കോസ്റ്റാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോർമലി കമ്പ്യൂട്ടറൊക്കെ ഇവിടെ ഉള്ള സ്ഥാപനത്തിലാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയൊരു കോസ്റ്റ് ഒന്നും പറയില്ല. എന്നാൽ മറിച്ച് നമ്മൾ വേറെ മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് മാറുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുകൾ, കമ്പ്യൂട്ടർ മേടിക്കണം, കുഴപ്പമില്ലാത്തൊരു കമ്പ്യൂട്ടർ, പിന്നെ ഇൻ്റർനെറ്റ് സിസ്റ്റം വേണ്ടി വരും. അങ്ങനെ അത് അറിയുന്ന ഒരാളെ അപ്പോയിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതിനൊരു കോസ്റ്റ് വരും എന്നുള്ളതുകൊണ്ടാണ് ഹൈ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒരു ലിമിറ്റേഷനായിട്ട് പറയപ്പെടുന്നത്. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് യൂസിങ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ്. ഫീച്ചറുകളാണ്. ഇറ്റ് സേവ് ടൈം ആൻഡ് ഇൻഫർമേഷൻ ആർ ആക്യുറേറ്റ് ആണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ മാനുവലായിട്ട് ജേണൽ എഴുതി അതിൽ നിന്നും ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ലെഡ്ജർ അഥവാ പോസ്റ്റ് ചെയ്തു, പിന്നെ ലെഡ്ജർ ബാലൻസ് ചെയ്തിട്ട് ട്രയൽ ബാലൻസിലേക്ക് എഴുതി
ആ ട്രയൽ ബാലൻസിൽ നിന്നാണ് നമ്മൾ ട്രേഡിംഗ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ മാനുവലി പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജേണൽ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എന്ന് മാത്രം കൊടുത്താൽ പിന്നെ ഒക്കെ സിസ്റ്റം ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് എഴുതലും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതലും ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസിലേക്ക് പോകലും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസിലേക്ക് പോയി ട്രയൽ ബാലൻസ് ടാലിയായി ആ ക്യാഷ് അക്കൗണ്ട് എവിടേക്ക് പോകും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലേക്കും ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലേക്കും ഒക്കെ പോയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കും. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ എഴുതുമ്പോഴും ഓട്ടോമാറ്റിക് എന്ത് ചെയ്തോളും? ഫൈനലൈസേഷനൊക്കെ ആര് നടത്തിക്കോളും? ഈ കമ്പ്യൂട്ടർ നടത്തിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഇൻഫർമേഷൻ ഉള്ളത് നിങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റ് വന്നാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഔട്ട്പുട്ടിലുണ്ടാവും. അപ്പോൾ ഇൻപുട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താൽ അത് ആക്യുറേറ്റ് ആവും. ഇറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് ഇൻസ്റ്റൻറ്റ് റിപ്പോർട്ടാണ്. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റിപ്പോർട്ടുകളും ഞൊടിയിട കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലഭ്യമാവും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് ഒരു 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ടാലിയിലാണെങ്കിൽ അതിൽ ഓപ്ഷൻ ഉണ്ട്. ഈ ഡിസ്പ്ലേയിലൊക്കെ പോയിട്ട് ട്രയൽ ബാലൻസ് നോക്കിയാൽ കറക്റ്റ് ട്രയൽ ബാലൻസ് ഉണ്ട് വരും. ഒരു പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാനേജർക്കോ റെസ്പോൺസിബിൾ ആരാണോ ഹൈ ലെവലിലുള്ള ആളുകൾ ആരാണോ അത് ആവശ്യപ്പെടുന്ന അവർക്ക് കൊടുക്കാം. അപ്പോൾ അത്രയും എളുപ്പമാണ് എന്നുള്ളതാണ്. 2 ഫീച്ചറാണ് പറയാൻ പറഞ്ഞ് 2 ഫീച്ചർ നമ്മൾ പറഞ്ഞു. ലിസ്റ്റ് ഔട്ട് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ 4 അഡ്വാൻറ്റേജ് ആണ്. മാസ് സ്റ്റോറേജ് അല്ലേ, ഒരുപാട് സ്റ്റോറേജ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ സ്പീഡ്, റിലയബിലിറ്റി, വിശ്വാസ്യത, വേഴ്സാറ്റൈൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് പറയേണ്ടത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട്. അടുത്ത് ഗിവ് എനി 2 ലിമിറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. പിന്നെയും പറയുന്നുണ്ട് റിഡക്ഷൻ ഓഫ് മാൻ പവർ, റിക്വയർസ് സ്പെഷ്യൽ സ്കിൽ. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു, എങ്കിലും നമ്മൾ വെവ്വേറെ ക്വസ്റ്റ്യനുകളിൽ വെവ്വേറെ രീതിയിലുള്ള പോയിന്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മാൻ പവർ റിഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അതൊരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ 100 പേര് ചെയ്യുന്ന ജോലിയാവും എന്ത് ചെയ്യുക ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? അത്ര ഓവറായ അല്ലെങ്കിൽ വേണ്ട ഒരു 10 പേരാക്കല്ലേ. 10 പേര് ചെയ്യുന്ന ജോലി എന്ത് ചെയ്യാണ്? ഒരാളാണ്. അപ്പോൾ 9 പേരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളതാണ്. അടുത്ത റിക്വയർ സ്പെഷ്യൽ സ്കില്ലാണ്. കണ്ട അണ്ടനും അടങ്ങോടനും എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടറിന് എന്ത് വേണം? സ്പെഷ്യൽ സ്കില്ല് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഹാസ് സം അഡ്വാൻറ്റേജ് ഓവർ മാനുവൽ അക്കൗണ്ടിങ്. ലിസ്റ്റ് ഔട്ട് എനി 4 സച്ച് അഡ്വാൻറ്റേജാണ് പറയുന്നത്. മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് ആണ് സാധാരണ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അപേക്ഷിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ ബെറ്റർ ക്വാളിറ്റി വർക്ക്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, റിലീവ് മൊണോട്ടണി എന്നാണ്. ഈ മൊണോട്ടണി എന്ന് പറയുമ്പോൾ റിപ്പീറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ എന്ത് വരും? ഒരു ഫാക്ടറി ഗെറ്റിംഗ് ബോർഡ്, ഒരു ബോറൊക്കെ അടിക്കും. പക്ഷെ സിസ്റ്റത്തിന് അങ്ങനെ ബോറടി ഒന്നുമില്ല. ഓക്കെ. ഗ്രേറ്റ് ആക്യുറസിയാണ്. അടുത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഹാസ് മെനി അഡ്വാൻറ്റേജ് ഓവർ മാനുവൽ അക്കൗണ്ട്. ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജാണ് പറയുന്നത്. ബെറ്റർ ക്വാളിറ്റി വർക്ക്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. താര മെയിൻറ്റെയിൻ ഹെയർ അക്കൗണ്ട്സ് മാനുവലിയാണ് താര മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മിസ്റ്റർ ജെയിംസ് യൂസസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. ജെയിംസ് കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റേറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതേ പാറ്റേണിലുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരിക്കൽ ആൻസർ ചെയ്താൽ മതി. മിസ്റ്റർ എ മെയിൻറ്റെയിൻസ് ദ അക്കൗണ്ട്സ് മാനുവലി. ബി യൂസസ് കമ്പ്യൂട്ടർ ഫോർ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. സ്റ്റേറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2. ഹൗ ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മോർ ഹെൽപ്ഫുൾ ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ദാൻ മാനുവൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരേ ഒരു ടേബിൾ വരച്ച് അവസാനിപ്പിക്കാം. ബേസിസ്, മാനുവൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. മീനിങ് ആണ് പറയുന്നത്. മാനുവൽ അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് യൂസസ് ഫിസിക്കൽ രജിസ്റ്റർ ആൻഡ് അക്കൗണ്ട്സ് ബുക്ക് ഫോർ കീപ്പിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്. ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിസിക്കൽ രജിസ്റ്ററുകളും അതേപോലെ അക്കൗണ്ട്സ് ബുക്കുകളൊക്കെ കീപ്പ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനുവൽ അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഈസ് ആൻ അക്കൗണ്ടിങ് സിസ്റ്റം ദാറ്റ് യൂസസ് ആൻ accounting software for recording financial transaction electronically. Okay. Recording is possible through book of original entry. Book of original entry എന്ന് പറഞ്ഞാൽ എന്താ? ജേണലിനെ പറയുന്ന പേരാണ്
ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഇവിടെ ഡാറ്റ കണ്ടൻറ്റ് ഈസ് റെക്കോർഡ് ഇൻ എ കസ്റ്റമൈസ്ഡ് ഡാറ്റാബേസ്. നിങ്ങൾ അടുത്ത പ്ലസ് ടുവിലെത്തിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടൈസർ അക്കൗണ്ടിങ്ങിൻ്റെ ലാബിൽ ജിന്യൂക്കാത്ത എന്നുള്ളൊരു സോഫ്റ്റ്വെയർ പഠിക്കും. ആ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡാറ്റ കണ്ടൻറ്റ് ഈസ് റെക്കോർഡിങ് കസ്റ്റമൈസ്ഡ് ഡാറ്റാബേസാണ്. ഈ ജേണൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് അവിടെ എന്തുണ്ടാവും, ഒരു ഫോം ഉണ്ടാവും. ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം എഴുതുക, നരേഷനൊക്കെ എഴുതി ഒരു ജേണൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ പാത്ത് ഉണ്ട്. ഇപ്പോൾ റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചറിലായിരിക്കും. സാലറി ഏതിനെ കൊടുത്താൽ പേയ്മെൻറ്റ് വൗച്ചറാണ്. പർച്ചേസ് ചെയ്യുന്നതിന് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ ഉണ്ടാവും. സെയിൽ ചെയ്യുന്നതിന് സെയിൽസ് പറഞ്ഞിട്ടൊരു വൗച്ചർ ഉണ്ടാവും. അതേപോലെ ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷന് കോൺട്രാ എന്ന് പറഞ്ഞ വൗച്ചർ ഉണ്ടാവും. അപ്പോൾ ജേണൽ എഴുതാൻ ഓരോ വൗച്ചറുകൾ ഉണ്ടാവും. ആ വൗച്ചറിലൂടെ നിങ്ങൾ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കാൽക്കുലേഷനാണ്. ഓൾ ദ കാൽക്കുലേഷൻ ഈസ് പെർഫോംഡ് മാനുവലി. മാനുവൽ അക്കൗണ്ടിങ്ങിൽ എല്ലാ കാൽക്കുലേഷനും മാനുവലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് കാണുകയാണെങ്കിലും നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ മറ്റതൊക്കെ എന്ത് ചെയ്തോളും, സിസ്റ്റം തന്നെ ചെയ്തോളും. സ്പീഡാണ്, സ്ലോ ആണ്. കമ്പ്യൂട്ടർ കമ്പാരിറ്റീവ്ലി എന്താണ്, ഫാസ്റ്ററാണ്. അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. ഇറ്റ് കനോട്ട് ബി മെയ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ദെൻ ബാക്കപ്പാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറൈസർ അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ പ്രത്യേകതയാണ്. എൻട്രീസ് ഓഫ് ട്രാൻസാക്ഷൻ ക്യാൻ ബി സേവ്ഡ് ആൻഡ് ബാക്കപ്പ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ ഒന്നും അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആപ്പിളിൻ്റെ ഡ്രൈവൊക്കെ സ്പേസ് ഒക്കെ കിട്ടുമല്ലോ, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ മാർഗ്ഗങ്ങളും, ചെറിയതൊക്കെ ആണെങ്കിൽ നമുക്ക് മെയിലിലൊക്കെ എന്ത് ചെയ്യാം, സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ഈസ് യൂഷ്വലി സ്യൂട്ടബിൾ ഫോർ എ ബിസിനസ്. ടൈലർ ലാർജ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എന്താണ് റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ എന്നാണ്. എ വെറൈറ്റി ഓഫ് റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇനി അതിലപ്പുറം എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. സോഫ്റ്റ്വെയർ അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ദീസ് സോഫ്റ്റ്വെയർ ആർ ഫോർ യൂസേഴ്സ് എ ലാർജ് ആൻഡ് നോട്ട് ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് സ്പെസിഫിക് യൂസർ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത സോഫ്റ്റ്വെയർ അല്ല. മോസ്റ്റ് പോപ്പുലർ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് ആർ ടാലി, AX, ബിസി എക്സെട്ര. അതുപോലെ ജിന്യൂക്കാട്ട ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ടാലിയാണ് നമ്മൾ പോപ്പുലറായിട്ട് വിൻഡോസിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, ടാലി. ഓക്കെ അല്ലേ. അപ്പോൾ ടാലി എന്നുള്ളത് ആ സാധനം കിട്ടിയത് അതുപടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിലെ ഫീച്ചറുകൾക്ക് അനുസൃതമായി നമ്മളെ അക്കൗണ്ട്സ് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകത. അടുത്ത് കസ്റ്റമൈസ്ഡ് ആണ്. The term customized software means making change in the ready to use software. ഈ റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ തന്നെയാണ് ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സ്പേസ് കൂടെ അവർ തരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആസ് സ്യൂട്ട് സ്പെസിഫിക് റിക്വയർമെൻറ്റ് ഓഫ് ദ യൂസർ. ആവശ്യമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ മാറ്റാം. എനി റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ക്യാൻ ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദി നീഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ യൂസേഴ്സ്. ഹവർ the cost of installation of customized software high because the cost of change is to be made by the user. Okay, അടുത്ത is to be paid by the user. ഈ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഹയർ ആണെന്നാണ് പറയുന്നത്. കാരണം കോസ്റ്റ് ഓഫ് ചേഞ്ചിങ്, ഇത് ചേഞ്ച് ചെയ്യാനുള്ള കോസ്റ്റും ആര് വഹിക്കേണ്ടി വരും, യൂസർ വഹിക്കേണ്ടി വരും. ഇനി അടുത്തതാണ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ അക്കൗണ്ട്സിൻ്റെ വേകളും മറ്റു പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യാൻ അക്കൗണ്ട്സിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല കേട്ടോ. ഓക്കെ അല്ലേ. പക്ഷേ അത് ചെയ്യുന്ന പാറ്റേണിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞ് എനിക്ക് മാത്രമായി ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ടൈലർ മെയ്ഡ് എന്ന് പറയാം. ഓക്കെ, ദ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ മീൻസ് ഡെവലപ്പിംഗ് എ സോഫ്റ്റ്വെയർ അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ യൂസർ. യൂസറുടെ ആവശ്യാനുസരണം ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ദി സോഫ്റ്റ്വെയർ നോട്ട് അവൈലബിൾ ഓഫ് ദ ഷെൽഫ്. അഥവാ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ രണ്ട് ഷെൽഫിൽ നിന്ന് എടുക്കുന്ന പോലെ പറ്റില്ല. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഷെൽഫിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലെ ഷെൽഫിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. അത് നാം പറയുന്ന പോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന എക്സ്പേർട്ട് ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ ഇഷ്ടാനുസരണം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ക്ലിയർ അല്ലേ. റെഡി ടു യൂസ് മേടിക്കാം, അതുപോലെ ഉപയോഗിക്കാം.
എന്നാൽ കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പോൾ റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ആണ്. അത് മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് റെഡി ടു യൂസ് ആണ് നല്ലത്. പിന്നെ വലുതാവും തോറും കസ്റ്റമൈസ്ഡോ ടൈലർ മെയ്ഡോ ഉപയോഗിക്കാം. കോസ്റ്റ് നോക്കുമ്പോൾ ടൈലർ മെയ്ഡിന് എന്താണ് ഹെവി കോസ്റ്റ് വരും. പിന്നെ കസ്റ്റമൈസറിന് ടൈലർ മെയ്ഡിൻ്റെ അത്ര വരുന്നില്ലെങ്കിലും കുറച്ച് റെഡി ടു യൂസിനേക്കാൾ എന്ത് ചെയ്യും കൂടുതലും. കാരണം റെഡി ടു യൂസ് ആക്കുന്ന തരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ സോഫ്റ്റ്വെയറിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ വഹിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഓക്കെ അല്ലേ? നമുക്ക് അറിയാം നമ്മൾ 50ഓളം വീഡിയോ ആണ് ഈ പറയുന്നത്. ഇത് 50ാമത്തെ വീഡിയോ ആണ്. ഈ 50 വീഡിയോകളായിട്ട് കഴിഞ്ഞ 10 കാലങ്ങളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാപ്റ്റർ വൈസാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്കിവിടുന്ന് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കറക്റ്റ് ഓർഡറിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2 പാർട്ട് 3 ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ 13ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഒരേ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ചെറിയ സിമ്പിളായിട്ടുള്ള 2 ഭാഗങ്ങളായിരുന്നു, 12ഉം 13ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.